നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചാണ്ടി ഉമ്മൻ MLA പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ന്യായമായ വിലയ്ക്ക് നല്ല സാധനം കൊടുക്കുവാൻ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് തയ്യാറാണ്. മികവാർന്ന ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ ഇവിടെ അവരുടെ പുറത്ത് കുതിര കയറുവാൻ അന്യായമായ തരത്തിലുള്ള ഇൻസ്പെക്ഷൻസ് നടക്കുന്നുണ്ടല്ലേ? അന്യായമായ ഇൻസ്പെക്ഷൻസ് ന്യായമായിട്ടുള്ളതാണ്, നമുക്ക് സമ്മതിക്കാം. വൃത്തിഹീനത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അന്യായമായി കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം, ഫൈനടിക്കാൻ വേണ്ടി മാത്രം ഇൻസ്പെക്ഷൻസ് നടത്തി ഇവിടുത്തെ റെസ്റ്റോറന്റ് വ്യവസായത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അത് നോക്കി നിൽക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു വ്യവസായത്തെ തകർക്കുവാൻ ആരും കാരണമാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ സർക്കാർ കൂട്ടുനിൽക്കുക. കാരണം സർക്കാരിന് കൂടി നികുതി കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് വ്യവസായം, ഹോട്ടൽ വ്യവസായം. നമുക്കതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുവാനൊക്കെ ശ്രമിക്കാം, വിദേശത്തൊക്കെ ഉള്ളതുപോലെ തന്നെ. പക്ഷേ അതിനെ തകർക്കുന്ന രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചാൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല, പൊതുസമൂഹം നോക്കി നിൽക്കത്തില്ല. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, PCBയുടെ പേരുള്ള അശാസ്ത്രീയ നിയമങ്ങളും പീഡനങ്ങളും അവസാനിപ്പിക്കുക, മാലിന്യ സംസ്കരണത്തിന് പൊതുസംവിധാനം ഏർപ്പെടുത്തുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ നടന്നത്. ചടങ്ങിൽ KHRA ജില്ലാ സെക്രട്ടറി KK ഫിലിപ്പുകുട്ടി സ്വാഗതം ആശംസിച്ചു. KHRA ജില്ലാ പ്രസിഡന്റ് N പ്രതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പ്രേമൻ, ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റോയ് ജോർജ്, KHRA സംസ്ഥാന കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ്, KHRA സംസ്ഥാന കമ്മിറ്റി അംഗം TC അൻസാരി, സംസ്ഥാന കമ്മിറ്റി അംഗം ബോബി തോമസ്, വർക്കിംഗ് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ, IHRA കോട്ടയം യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. KHRA ജില്ലാ ട്രഷറർ RC നായർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈരാറ്റുപേട്ട സ്വദേശി വനിതാ ഡോക്ടറെ പെരുമ്പാവൂരിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലെ യുവ ഡോക്ടർ മീനാക്ഷി വിജയകുമാറാണ് മരിച്ചത്. ഇന്നലെ രാവിലെ ഡോക്ടറെ കാണാതെ വന്നതോടെ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമിതമായ അളവിൽ മരുന്ന് കുത്തിവെച്ച് ഡോക്ടർ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ സർജിക്കൽ ICUവിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മീനാക്ഷിയെ രാവിലെ ആശുപത്രിയിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടും എടുത്തിരുന്നില്ല. ഫ്ളാറ്റിലുള്ളവർ ശ്രമിച്ചിട്ടും വാതിൽ തുറന്നില്ല. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഡോക്ടറെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ ഒറ്റയ്ക്കാണ് ഫ്ളാറ്റിൽ താമസം. പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പുതിയ ട്രാഫിക് പരിഷ്കാരം ആവശ്യമാണെന്ന് ജനകീയ വികസന സമിതി. പാറോലിക്കൽ കൈതമല പള്ളി മുതൽ ട്രാഫിക് ജംഗ്ഷൻ വരെ വാഹനങ്ങൾക്കുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കോട്ടയം മുതൽ ഏറ്റുമാനൂർ വരെയുള്ള ഓൾഡ് MC റോഡിലെ പോക്കറ്റ് റോഡുകൾ ഉപയോഗിക്കണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം. ഭാരം കുറഞ്ഞ വാഹനങ്ങളായ കാറുകൾ, ഓട്ടോറിക്ഷകൾ, ഇരുചക്രവാഹനങ്ങൾ എന്നിവയെ ഈ റോഡുകളിലൂടെ തിരിച്ചുവിട്ടാൽ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് ജനകീയ വികസന സമിതി ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് ട്രാഫിക് പോലീസിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇനിയും കാലതാമസം ഉണ്ടെന്നും അതിനാൽ നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഗതാഗതം സുഗമമാക്കണമെന്നും ജനകീയ വികസന സമിതി പ്രസിഡന്റ് B രാജീവ് പറഞ്ഞു. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. മരണത്തിലേക്ക് നയിച്ചത് ഭർത്താവ് നോബിയുടെ പീഡനമാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. നോബിയുടെ ഉപദ്രവമാണ് ആത്മഹത്യയ്ക്ക് പ്രേരണയായതെന്നും ഷൈനിയും മക്കളും വീട് വിട്ട് ഇറങ്ങിയിട്ടും പിന്തുടർന്ന് ഉപദ്രവിച്ചു എന്നും കുറ്റപത്രത്തിലുണ്ട്. മരിക്കുന്നതിന്റെ തലേന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കേസിൽ 2 പേരുടെയും മൊബൈൽ ഫോണുകൾ നിർണായക തെളിവായി.
40ഓളം ശാസ്ത്രീയ തെളിവുകളും രേഖകളും കുറ്റപത്രത്തിനൊപ്പം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ ആകെ 56 സാക്ഷികളാണ് ഉള്ളത്. ഷൈനിയുടെ മകനും ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റും സാക്ഷികളാണ്. 170-ാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകുന്നത്. കുറവിലങ്ങാട് ദേവമാതയിലെ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ജൈവ ഭൂപടം ഒരുക്കി. കോളേജിലെ 3ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥി ഷൈബിൻ ഷൈജോ വരച്ച ഭാരത ഭൂപടത്തിൽ അധ്യാപകരും അനധ്യാപകരും കുറവിലങ്ങാട് പഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരും ഭാഗമായി. സ്വാതന്ത്ര്യദിന വാർഷികത്തെ അനുസ്മരിച്ചുകൊണ്ട് ത്രിവർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തിവിട്ടു. അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സമൂഹവും കുറവിലങ്ങാട് പഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരും അണിനിരന്ന സ്വാതന്ത്ര്യദിന സന്ദേശ റാലി കുറവിലങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ അജീബ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രാഷ്ട്രശില്പികളുടെയും വേഷം ധരിച്ചെത്തിയ കുട്ടികൾ റാലിയെ മനോഹരമാക്കി. ശുഭ്രവസ്ത്രധാരികളും ത്രിവർണ്ണ പതാക കയ്യിലേന്തിയവരും ചിട്ടയായി റാലിയിൽ അണിനിരന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ച് കുമാരി കാർത്തിക പ്രവീൺ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു, വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡിനോയ് മാത്യു കവളംമാക്കൽ, ബർസാർ റവറൻ ഫാദർ ജോസഫ് മണിയൻചിറ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ക്യാപ്റ്റൻ സതീഷ് തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വീരദേശാഭിമാനികളുടെ മനോഹര ദൃശ്യങ്ങളും ചേർത്തൊരുക്കിയ വർണ്ണാഭമായ നയന മനോഹരമായ സ്വാതന്ത്ര്യദിന സന്ദേശ റാലിക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ NCC കേഡറ്റുകളും ജനപ്രതിനിധികളും NSS പ്രവർത്തകരുടെയും വിമുക്ത ഭടന്മാരുടെയും അകമ്പടിയോടെ നൂറുകണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്നിങ്ങനെ ഉയരുന്ന ശബ്ദഘോഷങ്ങൾ കൊണ്ട് മുഖരിതമായ കുറവിലങ്ങാടിന്റെ വഴിത്താരകൾക്ക് നാം സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. ചങ്ങനാശ്ശേരി മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നെടുങ്കുന്നം തൊട്ടിക്കൽ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പതാക ഉയർത്തൽ, മധുര വിതരണം, സ്വാതന്ത്ര്യദിന സ്മരണ പുതുക്കൽ എന്നിവയോടെയായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. നെടുങ്കുന്നം തൊട്ടിക്കൽ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് ദേവസ്യ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിൻ്റെ സ്നേഹം ഉയർത്തിപ്പിടിക്കുവാനും രാജ്യസ്നേഹം ദേശവ്യാപകമാക്കുന്നതിൻ്റെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിനും യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ഒരു പ്രത്യേക പങ്കുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ആയിരക്കണക്കിന് പോരാളികൾ ഈ ഇന്ത്യയുടെ മണ്ണോട് ചേർന്നു. അതൊക്കെ നമുക്ക് സ്മരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ അടി ഒഴുകിപ്പോകാതെ സൂക്ഷിക്കുവാനും അതേതർത്ഥം കാത്തു സൂക്ഷിക്കുവാനും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. തുടർന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി. സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈദഗ്ധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കും. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി മധുര വിതരണം നടത്തി.
ക്ലബ്ബ് സെക്രട്ടറി TR ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. 14-ാം വാർഡ് ADS പ്രസിഡന്റ് സോജമ്മ സക്കറിയ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ADS സെക്രട്ടറി LC ജോസഫ്, മഹാത്മാ വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് TV, 14-ാം വാർഡ് തൊഴിലുറപ്പ് ടീം മേറ്റ് ആലീസ് തങ്കച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തൊഴിലുറപ്പംഗം കുഞ്ഞമ്മക്കുട്ടൻ ദേശഭക്തിഗാനം ആലപിച്ചു. ഈ മന്ത്രമി ലോകമെങ്ങും മുഴങ്ങാൻ, ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. ഈ മന്ത്രമി ലോകമെങ്ങും മുഴങ്ങാൻ, വിജ്ഞാനദീപം നിറകതിർ ചൂടാൻ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ക്ലബ്ബ് അംഗം ജോസ്ന ജോസഫ് കൃതജ്ഞത പറഞ്ഞ് ദേശീയ ഗാനത്തോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കടുത്തുരുത്തി ഗവൺമെന്റ് സ്കൂളിൽ 1983-84 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഓർമ്മകൾ 2025 സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് തഹസീൽദാരുമായ രമേശൻ ഉദ്ഘാടനം ചെയ്തു. ആ ബാച്ചിൽ 48 വിദ്യാർത്ഥികൾ സ്കൂൾ സന്ദർശിക്കുകയും ക്ലാസ് മുറികളിൽ ഇരുന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. തുടർന്ന് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ MG ഗോപി, ജോയി MJ, ഷാലുമോൻ, ജയൻ, സുമ, ജോസഫ്, പ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. സ്വാതന്ത്ര്യദിനത്തിൽ സേവന സന്നദ്ധരായി കറുകച്ചാൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് ഇതര പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ഡ്രൈവ് നടത്തിക്കൊണ്ടാണ് അംഗങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഡ്രൈവിലൂടെ പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും കൈമാറുന്നതിനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ടാകുമെന്നതും അതിലൂടെ മാലിന്യമില്ലാത്ത കറുകച്ചാൽ എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണെന്നും ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിഷ കിരൺ അഭിപ്രായപ്പെട്ടു. ഇന്നുകൂടി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഡ്രൈവിലൂടെ പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും കൈമാറുന്നതിനും അവസരമുണ്ട്. 29ാമത്തെ സ്വാതന്ത്ര്യദിന വേളയിൽ ഹരിതകർമ്മസേന നമ്മുടെ നാടിനു വേണ്ടി കർമ്മരംഗത്ത് നിൽക്കുകയാണ്. ഇന്ന് ചെരുപ്പ്, ബാഗ്, പാഴ്വസ്തുക്കളെ, കുപ്പിച്ചില്ലയെല്ലാം എടുത്തുകൊണ്ട് കറുകച്ചാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിതകർമ്മസേന സേവനമനുഷ്ഠിക്കുകയാണ്. പാഴ്വസ്തുക്കളില്ലാത്ത നാടായി വൃത്തിയുള്ള കേരളമാക്കി മാറ്റുന്നതിനോടൊപ്പം തന്നെ കറുകച്ചാലിനെ വൃത്തിയുള്ളതാക്കുവാൻ വേണ്ടി ഹരിതകർമ്മസേന മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യദിനത്തിലും ഇത്രയും നല്ല പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് വന്ന ഹരിതകർമ്മസേനയ്ക്ക് കറുകച്ചാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആശംസകളും എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും നേരുന്നു. കാഞ്ഞിരപ്പള്ളി ഹെറിറ്റേജ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ സ്കൂൾ മാനേജർ മേരി സുനിലിന്റെ സാന്നിധ്യത്തിൽ പ്രിൻസിപ്പൽ വിനീത G. നായർ പതാക ഉയർത്തി. വിവിധ വിഭാഗങ്ങൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. 3 മുതൽ 5 വരെയുള്ള കുട്ടികൾക്കായി ദേശഭക്തിഗാന മത്സരവും 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി സംസ്ഥാനങ്ങളെ അറിയുക എന്ന മത്സരവും 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്കായി കുട്ടികൾക്ക് ഭരണഘടനയെക്കുറിച്ച് അവബോധം ഉണ്ടാകുന്നതിനായി മൈ സ്കൂൾ മൈ കോൺസ്റ്റിറ്റ്യൂഷൻ മത്സരവും നടത്തി. സ്വാതന്ത്ര്യദിന കാലഘട്ടങ്ങളെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള ടാബ്ലോ മത്സരങ്ങളും നടത്തി. സ്റ്റുഡന്റ് ലീഡർഷിപ്പ് സ്ക്വാഡിന്റെ ക്രിയാത്മക ആശയങ്ങളാണ് ഈ പരിപാടിയെ വിജയകരമാക്കി തീർത്തത്. മത്സരത്തിൽ വിജയിച്ചവർക്ക് സ്റ്റുഡന്റ് ലീഡർഷിപ്പ് സ്ക്വാഡ് സമ്മാനദാനവും നടത്തി. അവരുടെ നേതൃത്വത്തിൽ മധുരം പങ്കിടുകയും ചെയ്തു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.